നമുക്കൊരിടം വരെ പോവണം. നീ വാ. എവിടേക്കാ? അതൊക്കെ പറയാം, നീ വാ. അതെ, നമ്മുടെ മാൻകുട്ടനില്ലേ, അവനൊരാഗ്രഹം. ആ സിംഹത്തെയും പുലിയെയും ചെറുതായൊന്ന് നാറ്റിക്കാൻ. അത് എളുപ്പമല്ലേ. നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഉണക്കമീനെടുത്ത് അവരുടെ ദേഹത്ത് തേക്കാം. അത് നല്ല നാറ്റമായിരിക്കും. നിന്റെ ചീഞ്ഞളിഞ്ഞ തമാശ കേൾക്കാനല്ല കൂടെ വരാൻ പറഞ്ഞത്. അവനെന്താ അവരോടിത്ര വിരോധം? അപ്പോ നീ അറിഞ്ഞില്ലേ, അവർ പലപ്പോഴായി ഈ മാനിനെ വലയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തോ അവന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. കാക്കച്ചേട്ടാ, എന്താ പ്ലാൻ? നമ്മളിപ്പം എങ്ങോട്ടാ പോകുന്നത്? ആദ്യം നമുക്ക് സിംഹത്തിന്റെ അടുത്തേക്ക് പോകണം. അവൻ ഒരു മണ്ടനാണെന്നാ മാൻകുട്ടൻ പറഞ്ഞത്. എന്തു പറഞ്ഞാലും വിശ്വസിച്ചോളും. എന്നിട്ട് ബാക്കി നിനക്കിപ്പോ നേരിട്ട് കാണാലോ. അനുകമ്പൻ കാട്ടിലെ മേട്ടിൽ മരമണ്ടന്മാൻ വന്നു, മാനിനെ പിടിച്ചു ഞാൻ അകത്താക്കി. ഹലോ, നല്ല സന്തോഷത്തിലാണല്ലോ. ആരെയാ കറി വെച്ച് അകത്താക്കിയത്? അത് ഞാൻ ഇന്നലെ കണ്ടൊരു സ്വപ്നം വെറുതെ പാടി നോക്കിയതാ. സ്വപ്നമല്ല, ശരിക്കും സിംഹച്ചേട്ടന് മാനിനെ പിടിച്ചകത്താക്കാനുള്ള ഒരു സൂത്രവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഡേയ്, ചുമ്മാ കൊതിപ്പിക്കല്ലേ. കൊതിപ്പിക്കാൻ മാത്രമാണെങ്കിൽ ഇത്രയും ദൂരം ഞങ്ങൾ ചുമ്മാ പറന്നു വരണോ? ആ, ഓക്കെ. എന്നാ ഞാൻ വിശ്വസിച്ചു, ഒന്ന് കൂട്ടിക്കോ. സൂത്രം എന്താണെന്ന് കൂടെ പറ. ചേട്ടൻ ഞങ്ങളുടെ കൂടെ വാ. ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. അയാളുടെ സഹായമുണ്ടെങ്കിൽ മാനിനെ എളുപ്പത്തിൽ വലയിലാക്കാം. വലയിലല്ല, വയറിലേക്കാണ് ആക്കേണ്ടത്. ആദ്യം വലയിലാവട്ടെ, എന്നിട്ടാവാം വയറ്റിലോട്ട്. ചേട്ടൻ തിരക്ക് കൂട്ടാതിരിക്കും. ആരാ എന്നെ സഹായിക്കാൻ? അതാരാ എനിക്കറിയാത്തൊരുത്തൻ, അതും ഈ കാട്ടിൽ? അതിനറിയാത്തവനാണെന്ന് ആരാ പറഞ്ഞത്? ചേട്ടന്റെ പഴയകാല സുഹൃത്താണെന്നാ അയാൾ പറഞ്ഞത്. ഇതാകെ കൺഫ്യൂഷനായല്ലോ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇപ്പൊ അയാളെ കാണാലോ. ആ, ശരി, എങ്കിൽ പോവാം. ആ മാന്റെ രുചി അറിയാൻ എന്റെ നാവ് കൊതിക്കുന്നു, വയറാണെങ്കിൽ തുടിക്കുന്നു. ആ ശരി, എങ്കിൽ വാ. സ്വപ്നത്തിൽ കണ്ടതൊക്കെയും പലിക്കുകയാണിപ്പോൾ. എന്താ ഒരു പാട്ടൊക്കെ? ഒന്നുമില്ലടേ, സന്തോഷം കൊണ്ടൊന്ന് പാടിപ്പോയതാ. ചേട്ടന് മാനിറച്ചി അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നല്ലാതെ, ഒരു സിംഹത്തോടാണോ മാനിറച്ചി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്? അതിനെ ചേട്ടനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും സിംഹമായിട്ട് കരുതിയിട്ടില്ലല്ലോ. സിംഹത്തിന് വേണ്ട പ്രൗഢിയും ശൗര്യവും ഒന്നും സിംഹചേട്ടൻ ഇല്ലല്ലോ. അത് പിന്നെ ഞാൻ എങ്ങനെ അഭിനയിക്കുന്നതല്ലേ. ശരിക്കും എനിക്ക് നല്ല ധൈര്യവും പ്രൗഢിയും ഒക്കെ ഉണ്ട് കേട്ടോ.